നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ധർമ്മങ്ങൾ കൃത്യമാകാതെ പോകുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ വിഷയം. ധാർമ്മിക് ആക്യുറസി emerges through balanced and conscious coordination. പ്രായോഗിക അവബോധനം എന്നുള്ള 7-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ധർമ്മപരമായ കൃത്യത എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രതിനിലയുടെ ഗുണങ്ങൾ നിർണ്ണയിക്കുന്ന ശേഷികൾ എന്തെല്ലാം, ധർമ്മപരമായ കൃത്യത പ്രതിനിലയുടെ ഗുണത്തെ എങ്ങനെ ബാധിക്കുന്നു, എന്താണ് ധർമ്മപരമായ കൃത്യതയിൽ കോട്ടക്കാരന്റെ പങ്ക്, ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രായോഗിക അവബോധനത്തെ കുറിച്ച് സംസാരിച്ചു വന്നു. അതിനുള്ള താളയുക്തി അനുപാതത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പോ ഈ താളയുക്തി അനുപാതം വ്യക്തമാണെങ്കിൽ, കൃത്യമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മപരമായ കൃത്യത എന്നുള്ള അവസ്ഥ സംഭവിക്കും. ധർമ്മപരമായ കൃത്യത നമ്മെ എവിടേക്കാണ് എത്തിക്കുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം. ധർമ്മപരമായ കൃത്യത എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിന് ധർമ്മമുണ്ടല്ലേ, ആ ധർമ്മം നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. ആ കൃത്യത കുറയും തോറും ധർമ്മപരമായ ബാധ്യത കൂടിക്കൊണ്ടിരിക്കും, കർമ്മബാധ്യത കൂടിക്കൊണ്ടിരിക്കും. കർമ്മം നടപ്പിലാക്കേണ്ടത് മുഴുവൻ നടപ്പിലാക്കാനാണ് നമ്മുടെ നിയോഗമെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, അതിൽ കുറവ് വന്നാലോ കൂടുതൽ വന്നാലോ അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ കൃത്യത വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ധർമ്മത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? പ്രകൃതി നമുക്ക് സംഭവങ്ങളുടെ സന്ദർഭങ്ങളുടെ രൂപത്തിൽ നൽകുന്നു. നാളെ അതിനെക്കുറിച്ച് സംസാരിക്കും. സന്ദർഭങ്ങളുടെ രൂപത്തിൽ നമുക്ക് തരുന്നു. ഇതിനോട് പ്രതിനില നിന്നുകൊണ്ടാണ്, പ്രതിനില പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ധർമ്മത്തെ പൂർത്തീകരിക്കുന്നത്. അപ്പോ പ്രതിനിലയുടെ ഗുണങ്ങളാണ് ഈ ധർമ്മത്തിന്റെ കൃത്യത നിർണ്ണയിക്കുന്നത്. അപ്പോ പ്രതിനിലയുടെ ഗുണത്തെ, പ്രതിനില എന്ന് വെച്ചാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ആ സമയത്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ധർമ്മത്തെ തീരുമാനിക്കുന്നത്, അല്ലെ? അപ്പോ ധർമ്മത്തെ തീരുമാനിക്കുന്ന ആ പ്രതിനിലയുടെ ഗുണത്തെ നിർണ്ണയിക്കുന്നത് എന്തൊക്കെയാണ്? അത് ചില ശേഷികളാണ്. ആ ശേഷികൾ ഒന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൃത്യതയാണ്. നമ്മൾ കൃത്യമായി കാണുന്നു, കൃത്യമായിട്ട് അറിയുന്നു. കാണുന്ന കാഴ്ചയിൽ ചെറിയ കണ്ണടവുണ്ടായാൽ, അതിന്റെ നിറമാറ്റം ഉണ്ടായാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോ ജ്ഞാനേന്ദ്രിയങ്ങളുടെ, നമ്മൾ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുമ്പോൾ കണ്ണ്, കഥ, മൂക്ക്, തൊക്ക്, നാക്ക് എന്ന് പറയുന്നവയുടെ അത് മാത്രമല്ല, അതുമായി അനുബന്ധമായി നിൽക്കുന്ന മറ്റ് എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ഇവയുടെ കൃത്യത അത് നമുക്ക് ഉണ്ടാവണം. അപ്പൊ കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇതിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അനലൈസ് ചെയ്യുന്നത് എന്താണ്? കോർട്ടെക്സ് ആണ്. കോർട്ടെക്സിന്റെ വ്യക്തത, കോർട്ടെക്സ് വ്യക്തതയ്ക്ക് എന്തൊക്കെയാ വേണ്ടത്? അത് ആന്തരിക അവബോധ തലങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് കർമ്മേന്ദ്രിയങ്ങളുടെ ഏകോപനം. നമ്മൾ കയ്യ്, കാല്, ശിരസ് എല്ലാം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ പലതരം കർമ്മങ്ങൾ ചെയ്യുന്നു. ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലുള്ള കോർഡിനേഷൻ ഉണ്ടാവണം, ഏകോപനം ഉണ്ടാവണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവബോധ നിലകൾ, നമ്മുടെ ബാഹ്യ അവബോധങ്ങളും ആന്തരിക അവബോധങ്ങളും തമ്മിലുള്ള ഒരു സമന്വയം ഉണ്ടാകണം. അപ്പോ പ്രതിമനസ്സോ, പ്രകട മനസ്സോ, ബോധമനസ്സോ, ഉപബോധ മനസ്സോ, ശിക്ഷിതാവബോധമോ, സഹജാവബോധമോ, പരിബോധമോ ഒക്കെ തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സമന്വയം ഉണ്ടായിരിക്കണം. ഇത് മാത്രം മതിയോ? പോരാ. ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ശേഷി നമുക്കുണ്ടായിരിക്കണം. ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമുക്ക് ആന്തരികമായ ഒരു നിയന്ത്രണം ഉണ്ടാകും. ആന്തരിക നിയന്ത്രണത്തിന്റെ ഘടകം എന്ന് പറയുന്നത് ഈ ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവാണ്, ഞാൻ എന്നുള്ള ബോധമാണ്, ഞാൻ എന്നുള്ള ഭാവമാണെന്ന് വേണേൽ പറയാം. അവിടെയാണ് ആന്തരികമായിട്ട് നിയന്ത്രണം ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിനിലയുടെ ക്വാളിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ക്വാളിറ്റിയെ നിയന്ത്രിക്കുന്നത് ഈ കാര്യങ്ങളാണ്: ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൃത്യത, കോർട്ടെക്സിന്റെ വ്യക്തത, പിന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ ഏകോപനം, അവബോധ നിലകളുടെ സമന്വയം, പ്രതികരണ ശേഷി, അതുപോലെ ആന്തരിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഈ പ്രതിനില ഉണ്ടല്ലോ, പ്രതിനിലയുടെ ഗുണത്തെ എങ്ങനെയാണ് ധർമ്മപരമായിട്ടുള്ള കൃത്യത പാലിക്കുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ ഇംബാലൻസ്, ഈ അവബോധ തലങ്ങൾ തമ്മിലുള്ള വിനിമയത്തിൽ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോർട്ടെക്സിന്റെ വ്യക്തത കുറയും. ഇവ തമ്മിലുള്ള ബോധതലങ്ങൾ തമ്മിലുള്ള, അവബോധ തലങ്ങൾ തമ്മിലുള്ള ഒരു വിനിമയം കുറയും.
അപ്പോൾ അതവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മളതിനെ റെഗുലേറ്റ് ചെയ്തിട്ട്, കോർട്ടിക്കൽ റെഗുലേഷൻ എന്ന് പറയുന്ന റെഗുലേറ്റ് ചെയ്തിട്ട്, കോർട്ടക്സ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൂടുതൽ ഒരു സ്ഥലത്ത് ഇപ്പോ പ്രകടനത്തിൽ കൂടുതൽ താല്പര്യം വരുന്നു, അറിവുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതുണ്ടെങ്കിൽ പ്രകടനത്തിന് കൂടുതൽ ഉപയോഗിക്കുന്ന ശ്രദ്ധ, ഊർജം, അത് അറിവുമായിട്ട് കണക്ട് ചെയ്യും, വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യണം. അറിവ്, വിശ്വാസം രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് രൂപത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോ ഉപബോധ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രകടനപരതയുള്ള ഊർജം കുറയും. അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യുന്ന കോർട്ടിക്കൽ റെഗുലേഷൻ എന്നുള്ള പ്രോസസ് ഉപയോഗിച്ചിട്ടാണ്. ആ കോർട്ടിക്കൽ റെഗുലേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഏകോപിപ്പിക്കുന്ന സമയത്ത് അവിടെ അത് മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഈ റെഗുലേഷൻ നിരന്തരം നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇതിനൊരു സ്റ്റേബിലിറ്റി ഉണ്ടാവും. നമ്മളും പരിസരവും തമ്മിലുള്ള ബന്ധത്തിൽ, നമ്മളെ മാന്ത്രിക ലോകവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സ്റ്റേബിലിറ്റി ഉണ്ടാവും, സ്ഥിരത ഉണ്ടാവും, സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അത് മാത്രമാണോ? അല്ല, അത് കൃത്യമായിട്ട് അച്ചടക്കമുള്ള ഒരു അഭ്യാസം എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. അച്ചടക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നിരന്തര സാധനയാണ്. ഈ അച്ചടക്കമുള്ള അഭ്യാസം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി തരും. നിരന്തരം ചെയ്യുന്നു. ഇപ്പൊ നമ്മള് ഉള്ളി മുറിക്കുന്ന കാര്യമാണെങ്കിൽ നിരന്തരം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി മുറിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ആ മുറിക്കുന്ന വ്യക്തിക്ക് വളരെ വ്യക്തത ഉണ്ടാവും, അല്ലെ? അതുപോലെ നമ്മൾ നിരന്തര അഭ്യാസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധാപൂർവം നിയന്ത്രണം നടത്തി അതിലൊരു സ്ഥിരത നേടുന്ന സമയത്ത്, അത് നിരന്തരം ചെയ്യുന്ന ഒരു അഭ്യാസമായി കൊണ്ടു നടക്കുന്ന സമയത്ത്, അതിന് അച്ചടക്കം ഉണ്ടാകുന്ന സമയത്ത് ഇതിന് വ്യക്തത കൃത്യമായിട്ടുണ്ടായി വരും. അത് സ്ഥിരമായിട്ട് പരിശീലിക്കുന്ന സമയത്ത് ഈ നമ്മുടെ പ്രതിനില കൊള്ളൽ എന്നുള്ളത് ശുദ്ധമായിരിക്കും. അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്, ഇത് ഞാൻ പറഞ്ഞതിന്റെ ഒരു തിയറിറ്റിക്കൽ ആണ്. അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ഔട്ട്പുട്ട് കോട്ടക്കാർ വഴി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? ഇത് നമ്മുടെ റിഥമിക്കായിട്ടുള്ള, താളാത്മകമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തെ പരിശീലിപ്പിക്കും. അപ്പോ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള, റെഗുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു കാര്യം, അതിനെ ഓർമ്മയാക്കാനുള്ള ഒരു ശേഷി, നമ്മുടെ ആന്തരിക ശേഷി, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വ്യവസ്ഥകൾ തമ്മിലുള്ള ഒരു ഏകോപനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ താളം എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ താളത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളത് കോട്ടക്കാരന്റെ മുഖ്യ അജണ്ടയാണ്. അതിന് സമാന്തരമായിട്ട് സംഭവിക്കുന്നതാണ് പ്രകൃതിയിൽ യുക്തിയുടെ കുറവോ യുക്തിയുടെ കൂടുതലോ ഉണ്ടാകുന്നതിനെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നതുപോലെ തന്നെ കോട്ടക്കാർവില് ഇതേ സാധനം വർക്ക് ചെയ്യും. നമ്മൾ താളത്തെ പരിശീലിക്കുന്ന സമയത്ത് യുക്തി സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ യുക്തിയുടെ അളവ് വികസിക്കും. യുക്തിയുടെ അളവ് വികസിക്കുന്ന വെച്ചാൽ കാര്യങ്ങളിൽ നിന്നെല്ലാം വിഭ്രംശിച്ചു പോകുമെന്നല്ല അർത്ഥം. പകരം അവിടെ യുക്തിയുക്തം കാര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും. മാത്രമല്ല കോട്ടക്കാർവ് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ അവബോധ തലങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആന്തരിക ശേഷികൾ, നമ്മുടെ ബാഹ്യശേഷികൾ ഇവ പാകപ്പെടും. പ്രവർത്തനപരമായിട്ടുള്ള കൃത്യത, നമ്മളെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള, ഇപ്പൊ ഒരു ബാറ്ററി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ശരിയാതെ പോകണമെന്നുണ്ടെങ്കിൽ ശരിയാതെ കൊണ്ടുപോകാനുള്ള ശേഷി, ഒരു വാഹനം കൊണ്ടുപോകുമ്പോൾ വാഹനത്തെ ശരിയാം വിധം കൊണ്ടുപോകാനുള്ള ശേഷി, വ്യക്തികളോട് പെരുമാറുന്ന സമയത്ത് പെരുമാറ്റം ശരിയായി കൊണ്ടുപോകാനുള്ള ശേഷി, ആ പ്രവർത്തന കൃത്യത വർദ്ധിക്കും. ഇവിടെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തിൽ എവിടെയാണ് റെഗുലേഷൻ വേണ്ടത് എന്നുള്ളത് അറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ അവിടെ സംഭവിക്കും. ഇവിടെ മനസ്സിലാക്കുക, നമ്മളിവിടെ അക്യുറസി എന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പീഡല്ല, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോർഡിനേഷനാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതിയിലെ ഘടകങ്ങളും ഇതിനെക്കുറിച്ചുള്ള ബോധവും ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു കോർഡിനേഷനാണ്. അപ്പോ ധർമ്മപരമായ കൃത്യത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ധർമ്മപരമായ കൃത്യത നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് മുൻപോട്ട്. അത് ധർമ്മപരമായ കൃത്യത ഉണ്ടെങ്കിൽ അത് പ്രതികരണത്തിന്റെ, നമ്മൾ പരിസരവുമായിട്ടുള്ള പ്രതിനിലയുടെ ഗുണത്തെ നിർണ്ണയിക്കും. ശരിയായ നിയന്ത്രണം, ശരിയായ ഏകോപനം ഉണ്ടാവുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഇതിലെവിടെയെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ, അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ പ്രതികരണം തെറ്റിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് ബാധിക്കും. ഇതിനെ ക്രമീകരിക്കാനാണ് കോട്ടക്കാവ് ചെയ്യുന്നത്. അത് താളത്തെയും യുക്തിയും സമന്വയിപ്പിച്ച് കൃത്യത വളർത്തും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോധപൂർവവും അച്ചടക്കവുമുള്ള പരിശീലനത്തിലൂടെ, സാധനയിലൂടെ കടന്നു പോകും. കോട്ടക്കാരന് തന്നെ സാധനാരൂപമാണ് ചയോഗ സാധന എന്ന് പറയുന്നത്. അത് ധർമ്മപരമായ കൃത്യത നിലനിർത്തും. അവിടെയാണ് കോട്ടക്കാർവിന്റെ പ്രാധാന്യം.
അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ധർമ്മത്തെ കൃത്യമാക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക. ഈ അറിവുമായിട്ട് നാളെ നമുക്ക് തുടർ പാഠങ്ങളിലൂടെ കടന്നു പോകാൻ. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.